നമസ്കാരം, ഞാൻ ബോബി രാജസസ്. എഡ്യൂസ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ ഏവരെയും സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ നോട്ടിഫിക്കേഷൻസ് കൃത്യമായി ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ഇനേബിൾ ചെയ്യാം. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി, ഞങ്ങൾ ലാബ് ടെക്നീഷ്യൻ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്തവർക്കായി ഒരു വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ജോയിൻ ചെയ്താൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് ലഭിക്കുന്ന ബെനിഫിറ്റ്സ്? എഡ്യൂസ് അക്കാഡമിയുടെ ഡെമോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അത് ഫ്രീ ആയിട്ട് വാച്ച് ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ ഞങ്ങളിടുന്ന PDF, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ മോഡൽസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് പരിശീലിക്കാനും സാധിക്കും. അപ്പൊ എങ്ങനെയാണ് വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷന്റെ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. സോ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്നത്തെ വീഡിയോ പ്രധാനമായിട്ടും ലാബ് ടെക്നീഷ്യൻസ് ഒരുപാട് കാലമായി കാത്തിരുന്ന ആ ഒരു യജ്ഞം അവസാനിച്ചു എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ്. എന്തായിരുന്നു ആ കാത്തിരിപ്പ്? തീർച്ചയായിട്ടും കേരള PSC ലാബ് ടെക്നീഷ്യൻസിന് വേണ്ടി വിളിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഇതാ വന്നു കഴിഞ്ഞു. ഡയറക്ടറേറ്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ കണ്ടക്ട് ചെയ്യുന്ന ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് കാറ്റഗറി നമ്പർ 426/2024 എന്ന കാറ്റഗറിയിലെ ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് PSC നോട്ടിഫിക്കേഷനായി വിളിച്ചു കഴിഞ്ഞിരിക്കുന്ന സുഹൃത്തുക്കളെ, തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് നിങ്ങൾ ഇനി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് അടുത്ത ഒരു നടപടി എന്ന് പറയുന്നത്. സോ ഇതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത കൂടി, DMEയുടെ മാത്രമല്ല, ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിലേക്ക് വയനാട് ജില്ലയിലേക്കുള്ള ഒഴിവിന് കൂടി PSC നോട്ടിഫിക്കേഷൻ വിളിച്ചിരിക്കുകയാണ് ലാബ് ടെക്നീഷ്യൻ. സോ ഒരു ഒഴിവേ ഉള്ളൂ എങ്കിൽ പോലും തീർച്ചയായിട്ടും നിങ്ങൾ അത് കോമ്പീറ്റ് ചെയ്യുക. ഭാവിയിൽ വീണ്ടും ഒഴിവുകൾ വരാൻ സാധ്യതയുള്ള പോസ്റ്റാണത്. കിട്ടിയാൽ വയനാട് തന്നെ വർക്ക് ചെയ്യേണ്ടി വരും എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയുന്നത്. പക്ഷെ അത് ഈ പറയുന്ന പോലെ തന്നെ ഒട്ടും ഒരു ഡ്രോബാക്ക് ആയിട്ട് കരുതരുത്. കേരളത്തിൽ എവിടെയും ലാബ് ടെക്നീഷ്യൻ പോസ്റ്റില് ഒരു ജോലി എന്നത് പലരുടെയും സ്വപ്നമാണ്. സോ വയനാടാണെങ്കിൽ വയനാട്, ഏത് ജില്ലയിൽ കിട്ടിയിരുന്നാലും നിങ്ങൾ വർക്ക് ചെയ്യാൻ റെഡി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സോ മറ്റ് ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. സോ എന്താണ് ഈ നോട്ടിഫിക്കേഷനിൽ പ്രധാനമായിട്ടും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ? ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, നോട്ടിഫിക്കേഷൻ വരുമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു അല്പ ദിവസം മുന്നേ നമ്മൾ വീഡിയോ ചെയ്തതാണ്. ഇതാ പറഞ്ഞ വാക്ക് പാലിച്ചിരിക്കുന്ന നോട്ടിഫിക്കേഷൻ വന്നു. സോ കേരള PSCയുടെ DME പോസ്റ്റ് പ്രത്യേകം ശ്രദ്ധിക്കുക. DMEയില് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റ് ആണ്, പ്രത്യേകം ഓർത്തിരിക്കുക. എന്തൊക്കെയാണ് ആ കാറ്റഗറി നമ്പർ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ആദ്യം DMEയുടെ കാറ്റഗറി നമ്പർ 426/2024 ആണെങ്കിൽ ഹോമിയോപ്പതിയുടെ 435/2024 ആണ്. രണ്ടും പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോളുക. ഓക്കെ, നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷൻ അഥവാ DMEയിലെ ലാബ് ടെക്നീഷ്യന്റെ ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം. നിങ്ങൾക്കറിയാം, സ്കെയിൽ ഓഫ് പേ 35,600 മുതൽ 75,400 രൂപ വരെയാണ്. സ്റ്റാർട്ടിംഗ് സാലറി തന്നെ 1,00,000 രൂപയാണ് നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നത്. സ്റ്റാർട്ടിംഗ് തന്നെ എത്ര ലക്ഷം? 1,00,000 രൂപ അല്ലെ? ശരി, അടുത്തത് നമ്പർ ഓഫ് വേക്കൻസീസ് ഇവിടെ കാണിച്ചിരിക്കുന്ന 26 ഉള്ളൂ. കഴിഞ്ഞ തവണത്തെ നിയമനത്തിന്റെ ഡീറ്റെയിൽസ് ഞങ്ങൾ നൽകിയിരുന്നതാണ്. അതിൽ തന്നെ 276ഓളം വേക്കൻസീസ് അന്ന് നികത്തിയിരുന്നതാണ് ഗവൺമെന്റ്. സോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത്തവണ അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. അപ്പൊ അറൌണ്ട് ഒരു 300 മുതൽ മുകളിലേക്ക് നമുക്ക് എത്ര വേണമെങ്കിലും പോസ്റ്റുകൾ പ്രതീക്ഷിക്കാം. സോ അതുപോലെ തന്നെ ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആണ്. മറ്റു ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, 2 ആൾക്കാർക്കും എഴുതാവുന്നതാണ്. അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ MLT ബേസ് ചെയ്തുള്ള ഡിപ്ലോമ ആയിക്കോട്ടെ, ഡിഗ്രി ആയിക്കോട്ടെ, അതുപോലെ PG ആയിക്കോട്ടെ, എല്ലാവർക്കും ഡീൽ ചെയ്യാൻ കഴിയുന്ന ക്വാളിഫിക്കേഷൻ എഴുതാൻ കഴിയുന്ന രീതിയിലാണ് ഈ നോട്ടിഫിക്കേഷൻ PSC വിളിച്ചിരിക്കുന്നത്. ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റിനും സെയിം ക്വാളിഫിക്കേഷൻസ് തന്നെ. അപ്പൊ മിക്കവാറും ഒരൊറ്റ പരീക്ഷ തന്നെയായിരിക്കും PSC ഈ 2 പോസ്റ്റിന് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുക. ബോത്ത് DMEക്ക് ആണെങ്കിലും ശരി, ഹോമിയോപ്പതിക്ക് ആണെങ്കിലും ശരി. സോ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത, എത്രയും പെട്ടെന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് അപ്ലൈ ചെയ്യുക, പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. ഓക്കെ അല്ലെ? കഴിഞ്ഞ പ്രാവശ്യം നിയമന നിലവാരം ഞാൻ ഒരിക്കൽ കൂടി കാണിക്കുന്നു. ഞാൻ 276 എന്നാണ് പറഞ്ഞിരുന്നത്, 297 ആണ് അഡ്വൈസ് പോയിരുന്നത്. സോ അത് നിങ്ങളൊന്ന് ഓർത്തിരിക്കുക. 297 വേക്കൻസികൾ വരെ പോയിരുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, അറൌണ്ട് 300 മുതൽ മുകളിലേക്ക് നമുക്കത് പ്രതീക്ഷിക്കാവുന്നതാണ്. സോ ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് 2. പിന്നീട് ഹോമിയോപ്പതിയുടെ വയനാട് ജില്ലയിലേക്കുള്ള ഒരു ഒഴിവിന് വേണ്ടിയിട്ടാണ് വിളിച്ചത്. അപ്പൊ അതിൽ എത്ര ഒഴിവെന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യേണ്ട, ബോധർ ചെയ്യേണ്ട കാര്യമില്ല. സോ ഇത് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വളരെ വളരെ ശക്തമായിട്ട് മുന്നോട്ട് കണ്ടു തന്നെ പഠിക്കുക. സോ ലാസ്റ്റ് ഡേറ്റ് ഓഫ് അപ്ലൈ പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കുക. പലരും ലാസ്റ്റ് ഡേറ്റ് വരെ കാത്തിരിക്കാറുണ്ട്. അതുവരെ ഒന്നും പോകണ്ട. 1/1/2025, അതായത് ഇപ്പോ ഡിസംബർ മാസം 1-ാം തീയതിയായി. അടുത്ത മാസം 1-ാം തീയതി പുതുവർഷാരംഭ ദിനത്തിൽ തന്നെയാണ് ലാസ്റ്റ് ഡേറ്റ് PSC നൽകിയിരിക്കുന്നത്. ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2-ന് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇന്നലെ വന്നു, 30/11/2024. ഇന്ന് നമ്മൾ ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നു. 1-ാം തീയതി 2025 ജനുവരി 1-ാം തീയതി ലാസ്റ്റ് ഡേറ്റ് ആണ് ആപ്ലിക്കേഷന്റെ. സോ പ്രത്യേകം ഓർത്തിരിക്കുക, നോട്ടിഫിക്കേഷൻ വന്നാൽ ഉടനെ തന്നെ അപ്ലൈ ചെയ്യുക.
അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഡിപ്ലോമ അല്ലെങ്കിൽ ഡിഗ്രി ആണ് ക്വാളിഫിക്കേഷൻ, പ്രത്യേകം ഓർത്തിരിക്കുക. ഇനി ഈ എക്സാം എഴുതാൻ പോകുന്നവർക്ക് എഡ്യൂസ് അക്കാഡമി എന്താണ് നൽകാനായിട്ട് പോകുന്നത്? തീർച്ചയായിട്ടും മറ്റുള്ളവരെ പോലെ വാഗ്ദാനങ്ങളിൽ മാത്രം ഒതുങ്ങുന്നതല്ല എഡ്യൂസ് അക്കാഡമിയുടെ ആ ഒരു പ്രിപ്പറേഷൻ രീതികൾ എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറേ വീഡിയോകളായി ഞങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് അത് നന്നായിട്ട് അറിയാം. ഇനി വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൂടെ നമ്മുടെ ലിങ്ക് വഴി നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്ക് അത് ഉടനടി മനസ്സിലാകും എന്തൊക്കെയാണ് എഡ്യൂസ് അക്കാഡമിയുടെ സവിശേഷതകൾ. നിങ്ങൾക്കറിയാം, ബോത്ത് ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസ്സുകളാണ്. സോ റെക്കോർഡ് ക്ലാസ്സുകൾ ഏത് സമയവും ആക്സസ് ചെയ്യാൻ കഴിയുന്ന രീതിയിലാണ് എഡ്യൂസ് അക്കാഡമിയിൽ അത് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നത്. മാത്രമല്ല 24/7 അസിസ്റ്റൻസ് കൂടി ലഭിക്കുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ലൈവ് ക്ലാസ്സുകൾ മിസ്സാവുന്നുള്ള യാതൊരു പേടിയും വേണ്ട. റെക്കോർഡ് ക്ലാസ്സുകളായിട്ട് അത് ഉടനടി സേവ് ആകുന്നതായിരിക്കും. അത് 24/7 നിങ്ങൾക്ക് ആക്സസ് ചെയ്യാവുന്നതുമാണ്. ഓക്കെ അല്ലേ? അടുത്തത് ടോപ്പിക് വൈസ് ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സുകളാണ്. ടോപ്പിക് വൈസ് ഡീറ്റെയിൽഡ് തിയറി ക്ലാസ്സുകൾ സിലബസ് സാധാരണഗതിയിൽ ടച്ച് ചെയ്ത് പോകാതെ എല്ലാ ഏരിയകളും വ്യക്തമായ ഡെപ്തിൽ തന്നെ നൽകുന്ന രീതിയിലാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ ക്ലാസ്സസ് വിത്ത് ഡിജിറ്റൽ കണ്ടന്റ്സ് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഞങ്ങൾ അനിമേറ്റഡ് ഗ്രാഫിക്സ് ഉപയോഗിച്ചുള്ള വീഡിയോ കണ്ടന്റുകളാണ് ചെയ്യുന്നത്. സോ പഠിക്കാൻ നിങ്ങൾക്കറിയാം, വിഷ്വൽ മെമ്മറി എന്ന് പറയുന്നത് മനുഷ്യരെ വല്ലാണ്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു മെമ്മറിയാണ്. നമ്മൾ ഒരു കാര്യം കേൾക്കുന്നതിനേക്കാൾ കൂടുതൽ കാണുമ്പോൾ അതിൽ എന്തുണ്ടാവും? മെമ്മറി രജിസ്റ്റർ ചെയ്യപ്പെടുന്നതായിരിക്കും. സോ അത്തരത്തിൽ വളരെ ക്വാളിറ്റിയിലുള്ള വിഷ്വൽ കണ്ടന്റ്സിലൂടെയാണ് ഞങ്ങൾ ഡിജിറ്റൽ ആയിട്ട് കണ്ടന്റ്സ് ഞങ്ങൾ പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതുപോലെ തന്നെ പ്രിന്റഡ് സ്റ്റഡി മെറ്റീരിയൽ അല്ലാതെ ഞങ്ങൾ നൽകുന്നുണ്ട്. ചിലർക്ക് ഇനി എത്ര വീഡിയോസ് കണ്ടിരുന്നാലും ഹാർഡ് കോപ്പി ആയിട്ട് പേപ്പർ കയ്യിൽ കിട്ടിയാലേ പഠിക്കാൻ ഒരു സുഖം ഉണ്ടാവും. അങ്ങനെയുള്ളവരെ ഞങ്ങൾ നിരാശപ്പെടുന്നില്ല. ഞങ്ങൾ അടിപൊളിയായിട്ടുള്ള പ്രിന്റഡ് മെറ്റീരിയൽസ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അത് വെറും സാധാ മെറ്റീരിയൽ അല്ല, ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യങ്ങളെ വിശദീകരിച്ച് തന്നെ നൽകിക്കൊണ്ടുള്ള പ്രിന്റഡ് കണ്ടന്റ് മെറ്റീരിയൽ ആണ്. സോ റെഗുലർ ഫോളോ അപ്പ് ഉണ്ടാവും. നിങ്ങൾ ജോയിൻ ചെയ്താൽ, എഡ്യൂസ് അക്കാഡമിയിലേക്ക് ജോയിൻ ചെയ്താൽ, അത് വെറുതെ ജോയിൻ ചെയ്യുക മാത്രമല്ല, നിങ്ങളെ കൃത്യമായിട്ട് പരീക്ഷകൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ, നിങ്ങൾ പഠിക്കുന്നുണ്ടോ, ഓരോ ആഴ്ചത്തെയും കാര്യങ്ങൾ ഞങ്ങൾ വിലയിരുത്താറുണ്ട്. മാസം വൈസായിട്ട്, അതായത് മന്ത്ലി വൈസായിട്ട് ഞങ്ങൾ കാര്യങ്ങൾ വിലയിരുത്താറുണ്ട്. സോ നിങ്ങളുടെ പെർഫോമൻസ് തിരിച്ച് നിങ്ങളിലേക്ക് തന്നെ ഞങ്ങൾ കൃത്യമായിട്ട് വാല്യുവേറ്റ് ചെയ്ത് തിരികെ നൽകുന്നതായിരിക്കും. സോ അതുപോലെ തന്നെ എക്സ്പേർട്ട് ഫാക്കൽറ്റീസ് ആണ് ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത്. ഓൾ ഇന്ത്യ തലത്തിൽ ക്ലാസ്സുകൾ എടുത്ത് വിവിധ കോമ്പറ്റേറ്റീവ് എക്സാമിന് ഓൾ ഇന്ത്യ തലത്തിൽ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്ത് അത്രയധികം എക്സ്പെർട്ടൈസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് ഞങ്ങളുടെ ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് നിങ്ങൾ അറിയാവുന്ന കാര്യമാണ്. ഇനി എത്ര തിയറി പഠിച്ചാലും, എത്ര മികച്ച അധ്യാപകർ കാര്യങ്ങൾ പഠിപ്പിച്ചാലും, ഒരു വ്യക്തി അയാൾ പഠിച്ച കാര്യങ്ങൾ അനലൈസ് ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്തായിരിക്കണം, അല്ലെ? ആ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യാൻ ഒരു വ്യക്തി സ്വന്തമായിട്ട് തീരുമാനിക്കുക മാത്രമല്ല, ഞങ്ങളുടെ സൈഡിൽ നിന്ന് കൂടി ഒരു പുഷ് നിങ്ങൾക്ക് ഉണ്ടാകും. തീർച്ചയായിട്ടും അങ്ങനെയും നിങ്ങളെ ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ടോട് കൂടിയായിരിക്കും ഞങ്ങളുടെ ആ ഒരു പ്രിപ്പറേഷൻ ലെവൽ അവസാനിക്കുക. സോ നിരന്തരമായി ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യാൻ ഞങ്ങൾ നിങ്ങളെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കും. ഈ രീതിയിലായിരിക്കും എഡ്യൂസ് അക്കാഡമി ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നൽകുക. ഇനി ഞങ്ങൾ അഭിമാന പുരസ്സരം നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ച കഴിഞ്ഞ ഒരു റാങ്ക് ഫയലാണ് ലാബ് മാസ്റ്റർ എന്ന് പറയുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, കേരളത്തിൽ നിലവിൽ ലാബ് ടെക്നീഷ്യന് വേണ്ടിയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള റാങ്ക് ഫയലുകൾ വളരെ 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 വിരളമാണ്, ഇല്ലെന്ന് തന്നെ പറയാം. സോ ആ ഒരു അവസ്ഥയിലേക്കാണ് ഞങ്ങൾ പുതിയ റാങ്ക് ഫയൽ എന്ത് ചെയ്ത് ലോഞ്ച് ചെയ്ത്. സോ ഒരിക്കൽ കൂടി പറയുന്നു, എഡ്യൂസ് അക്കാഡമിയുടെ ലാബ് മാസ്റ്റർ എന്ന് പറയുന്ന പുസ്തകം മറന്നു പോകരുത്. സോ മൈക്രോബയോളജി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ ബേസ് ചെയ്താണ് ഇപ്പോൾ റാങ്ക് ഫയൽ പുറത്തിറക്കുന്നത്. 3 പാർട്ടായിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മൈക്രോബയോളജി, പെത്തോളജി, അതുപോലെ ബയോകെമിസ്ട്രി. മൈക്രോബയോളജി ഞങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു. അതുപോലെ പെത്തോളജിയും ബയോകെമിസ്ട്രി ഓൺ ദ വേ ആണ്. ഉടനടി തന്നെ അത് എത്തുന്നതായിരിക്കും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഞങ്ങളിത് മാർക്കറ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വസ്തുത. ഞങ്ങളുടെ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 കോഴ്സിലേക്ക്, എഡ്യൂസ് അക്കാഡമിയുടെ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് മാത്രം എക്സ്ക്ലൂസീവ് ആയിട്ട് ഞങ്ങൾ ഈ റാങ്ക് ഫയൽ നൽകുന്നു. അതും തികച്ചും സൗജന്യമായി, ഫ്രീ ആയിട്ടാണ് നൽകുന്നത്. അപ്പോ തീർച്ചയായിട്ടും ഓർത്തിരിക്കുക, ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി, റാങ്ക് ബൂസ്റ്റർ പാക്ക് കൂടി നിങ്ങൾക്ക് തികച്ച സൗജന്യമായി ഈ കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. എപ്പോഴും പറയുന്ന പോലെ തന്നെയാണ്, റാങ്ക് ബൂസ്റ്റർ പാക്ക്, ഒരു റാങ്ക് ഫയൽ കിട്ടുന്നതിന്റെ സമയത്ത് തന്നെ റാങ്ക് ബൂസ്റ്റർ പാക്ക്, റാങ്ക് ഫയൽ ഇവിടെ ഉണ്ട്. പിന്നെ എന്തിനാണ് ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക്? വളരെ ഇമ്പോർട്ടന്റ് ആണ്. റാങ്ക് ബൂസ്റ്റർ പാക്ക് എന്തിനു വേണ്ടിയിട്ടുള്ളത് ഞാനിപ്പോ പറഞ്ഞുതരാം. പ്രത്യേകം ശ്രദ്ധിച്ചോളേ. ഈ റാങ്ക് ബൂസ്റ്റർ പാക്കിലെ കണ്ടന്റ്സ് ഒന്നുമില്ലെന്നേ. ബണ്ടിൽസ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, അല്ലെ? അതേപോലെ തന്നെ ബണ്ടിൽസ് ഓഫ് എക്സാം സീരീസ്, ബണ്ടിൽസ് ഓഫ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്, Q&A ഡിസ്കഷൻ. ഇതൊക്കെ നിസ്സാരമല്ലേ? നിസ്സാരമാണോ?
തീർച്ചയായിട്ടും അല്ല. നിങ്ങൾ അറിയുക, ഞാൻ പറഞ്ഞല്ലോ ഒരു റാങ്ക് ഫയലിന് അതിൻ്റെതായ പരിമിതികളുണ്ട്. എന്ത് കണ്ടന്റ് നമുക്ക് ഉൾപ്പെടുന്നതിന്, അല്ലെ? അപ്പൊ നിങ്ങൾക്കറിയാം ഞങ്ങൾ മാക്സിമം കണ്ടന്റ് എന്നിട്ട് ഞങ്ങളുടെ റാങ്ക് ഫയൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒപ്പം തന്നെ നമുക്ക് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുക. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, മോഡൽ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അപ്ഡേറ്റഡ് ആയിട്ട് വരുന്ന റിസർച്ച് ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, ഇതൊന്നും നമുക്ക് ഉൾപ്പെടുത്താൻ എന്തായാലും കഴിയില്ല. സോ അത് മാത്രമായിട്ട് ഞങ്ങൾ സെപ്പറേറ്റ് ചെയ്ത് ഒരു റാങ്ക് ബൂസ്റ്റർ പാക്ക് ഞങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാര്യങ്ങളാണ് ഞാൻ ഇവിടെ അവതരിപ്പിച്ചത്. അതിന്റെ വാല്യൂ ഞാൻ നിങ്ങളോട് ഓൾറെഡി പറഞ്ഞു. 3000 രൂപ വില വരുന്ന ഈ റാങ്ക് ബൂസ്റ്റർ പാക്ക് കൂടി ഈ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുന്നവർക്ക് ഞങ്ങൾ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫ്രീ ആയിട്ട് ഞങ്ങൾ നൽകുന്നു. അപ്പോ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 നോട്ടിഫിക്കേഷന്റെ വിവരങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ ഞാൻ വളരെയധികം സന്തോഷവാനാണ്. ഒപ്പം തന്നെ ലാബ് മാസ്റ്റർ റാങ്ക് ഫയലും അതുപോലെ റാങ്ക് ബൂസ്റ്റർ പാക്കും കൂടി നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നു. സോ എത്രയും പെട്ടെന്ന് ലാബ് ടെക്നീഷ്യൻ പോസ്റ്റിലൂടെ തുടക്ക ശമ്പളമായി 500,000 രൂപ നേടാൻ നിങ്ങൾ 2 കാര്യങ്ങൾ ചെയ്യുക. ഒന്ന്, ആദ്യം ഞങ്ങളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുക തീർച്ചയായിട്ടും. അതുപോലെ തന്നെ സൈറ്റിൽ കയറി നിങ്ങളുടെ പ്രൊഫൈലിൽ കയറി നിങ്ങൾ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് ഡേറ്റ് ഓർമ്മയുണ്ടല്ലോ, 2025 ജനുവരി 1. ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 വേണ്ടിയിട്ട് പുതിയൊരു ബാച്ച് എഡ്യൂസ് അക്കാഡമി സ്റ്റാർട്ട് ചെയ്യുകയാണ്. സോ എത്രയും പെട്ടെന്ന് ഈ ബാച്ചിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുക. ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞിരുന്നു, വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങളുടെ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡെമോ ക്ലാസ്സുകൾ സൗജന്യമായിട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. അതുപോലെ തന്നെ ഞങ്ങളുടെ PDF പ്രിന്റഡ് മെറ്റീരിയൽസ് നിങ്ങൾക്ക് അതിനകത്ത് സാമ്പിൾ ആയിട്ട് ലഭിക്കും. സോ ഇതെല്ലാം നിങ്ങൾ കണ്ട് വിലയിരുത്തിയതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലൊരു തീരുമാനം എടുക്കുക. ഉറപ്പായിട്ട് ഞങ്ങളുടെ പുതിയ ബാച്ചിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് 2 2024 DMEക്ക് വേണ്ടിയിട്ടുള്ളതാണ്. സോ അതിൽ തന്നെ ഹോമിയോപ്പതി ഡിപ്പാർട്ട്മെന്റ് എക്സാം കോമൺ ആയിട്ട് നടന്നുകൊണ്ട് തന്നെ ആ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ഇതിലേക്ക് ജോയിൻ ചെയ്യാം. എന്തൊക്കെയാണ് ജോയിൻ ചെയ്താൽ ലഭിക്കുന്ന ബെനിഫിറ്റ്സ് എന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അഡ്മിഷന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ കാണുന്ന നമ്പറിലേക്ക് വിളിക്കാം. വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഞങ്ങൾ ഡീറ്റെയിൽസ് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. സോ മറ്റൊരു പുതിയ വീഡിയോയുമായി കാണുന്നത് വരെ ഗുഡ് ബൈ.